ഇന്നിപ്പോൾ നമ്മുടെ ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ നമ്മളോട് പറഞ്ഞത്, മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു, ആ സ്കൂള് നമുക്കൊന്ന് പുനർനിർമ്മിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് ആ സ്കൂളിൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് വേണം നാട്ടുകാർക്ക്. അതിപ്പോൾ ചിതറിപ്പോവരുത് ഈ മനുഷ്യർ. പറ്റുമെങ്കിൽ ചൂരൽമല ആണെന്ന് റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ ഈ സ്കൂളൊന്ന് പറിച്ച് നടണം. ഈ വന്ന മുഴുവൻ നാട്ടുകാരും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാ. എനിക്കൊന്നും ചിന്തിക്കുക, അതിനകത്തൊരു കാര്യമുണ്ട് അല്ലേ? ഒരു ഗ്രാമജീവിതം ഒരു സ്കൂളിനെ കേന്ദ്രീകരിച്ച വെള്ളാർമല സ്കൂളും മുണ്ടകൈ സ്കൂളും, ഈ രണ്ട് സ്കൂൾ ഇവിടെയുള്ളതായിരിക്കുന്ന മനുഷ്യരുടെ വിദ്യാർത്ഥികളുടെ ജീവിതക്രമത്തെയും സാമൂഹിക ജീവിതത്തെയും താളത്തെയും ഒക്കെ നിലനിർത്തിയതും കൊണ്ടുവന്നതും വളർത്തിയതും ഒക്കെ ഈ സ്കൂളാണ്. ഇത് സത്യത്തിൽ ചൂരൽമല ടൗണിനെ രക്ഷിച്ചതും ഈ വെള്ളാർമല സ്കൂളാണ്. അതെ അതെ. അതല്ലെങ്കിൽ ചൂരൽമല ടൗൺ ഉണ്ടാവില്ല, പല ആളുകളും ഉണ്ടാവില്ല. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളും ആ സമയത്ത് കാണില്ല. ഈ സ്കൂള് ഇതിൻ്റെ ഒരു വൈകാരികതയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ മെനിഞ്ഞാന്ന് പ്രധാനപ്പെട്ട ഒരു ആലോചന കളക്ടറേറ്റിൽ നടന്നിരുന്നു. അതിൽ ഓർക്കുകൾ മന്ത്രി ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, DD ഉണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലെയും പ്രധാന അധ്യാപകന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള യോഗത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ തീരുമാനമെടുത്തത്, മേപ്പാടി സ്കൂളിലേക്ക് APJ അബ്ദുൽ കലാം ഹാളിലേക്കും ഈ കുട്ടികളെ മുഴുവൻ താൽക്കാലികമായി അബ്സോർബ് ചെയ്യാനുള്ള നടപടി, ഈ കുട്ടികളെ ആ സ്കൂളിനെ തൊട്ടടുത്ത് താമസിപ്പിക്കാനുള്ള നടപടി, ഈ രണ്ട് ക്രമീകരണത്തോടൊപ്പം തന്നെ അവിടെ അഡീഷണൽ ഫെസിലിറ്റി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പാചകപ്പുര പുതുതായി വേണം. രണ്ട്, പുതിയ ക്ലാസ് റൂം APJ ഹാളിന് പാർട്ടീഷൻ ഉണ്ടാവണം. കുട്ടികൾ നടന്നു പോകുന്ന വഴികളിൽ അവർക്ക് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള റീറ്റൈനിങ് വാള് അവിടെ ഉണ്ടാവണം. അങ്ങനെ തുടങ്ങി നിരവധിയായ പുതിയ ഇപ്പം 20 ബയോ ടോയ്ലറ്റുകൾ അവിടെയുണ്ട്. ആ ബയോ ടോയ്ലറ്റുകൾ അവിടെ തന്നെ നിലനിർത്താനും പുതിയതായിരിക്കുന്ന ബയോ ടോയ്ലറ്റ് അടക്കം കൊണ്ടുവരാനുള്ള നടപടികൾ, അങ്ങനെ തുടങ്ങി ക്യാമ്പിലെയും കുട്ടികളുടെയും ബയോ ടോയ്ലറ്റും സംവിധാനങ്ങളും വ്യത്യസ്തമാകണം എന്നുള്ള നടപടി, അവർക്ക് ലാബ് സംവിധാനങ്ങൾ അഡീഷണലായി ചെയ്യാനുള്ളതായ സമീപനം, ക്ലാസ് ആരംഭിക്കുന്ന രാവിലെയും വൈകുന്നേരവും അഡീഷണൽ ബസ് സർവീസ് അവർക്ക് ഇപ്പം തന്നെ 4 മണി മുതൽ 5:45, 6 മണി വരെ ബസ്സുകൾ കുട്ടികളെ എടുക്കാത്ത പ്രശ്നം അധ്യാപകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഈ സ്ട്രെങ്തൂടെ അവിടെ എത്തുമ്പോൾ ആ കുട്ടികൾ 7 മണി കഴിഞ്ഞാലും വീട്ടിലെത്തില്ല. അപ്പോൾ അഡീഷണൽ പുതിയതായിരിക്കുന്ന സർവീസ് ആരംഭിക്കേണ്ടി വരും, ആ സമയത്ത് പുതിയ സർവീസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ തുടങ്ങി അതിന് ഈ ബിൽഡേഴ്സ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഒക്കെ സൈലം, അങ്ങനെ തുടങ്ങി പല സ്പോൺസേഴ്സുമായിട്ട് ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചു. ഈ അഡീഷണൽ ഫെസിലിറ്റീസ് മുഴുവൻ ഒരുക്കാനുള്ള നടപടികളുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പ്രീഫാബ് ഉപയോഗിച്ചുകൊണ്ട് അഡീഷണൽ ക്ലാസ് റൂംസിൻ്റെ നിർമ്മിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ പെട്ടെന്ന് തന്നെ ഇവർ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ തന്നെ അവർക്ക് താൽക്കാലികമായി ആ സ്കൂളിൽ പഠിക്കാം. ഇനിയിപ്പോൾ ഈ കുട്ടികൾ പറയുന്നു ഇവർ ബന്ധുവീടുകളിലാകുമ്പോൾ ആ കുട്ടികൾക്ക് പോകാൻ എളുപ്പം ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണെങ്കിൽ അവിടേക്ക് ആ കുട്ടികളെ അഡ്മിഷൻ കൊടുക്കാനുള്ള നടപടി, അങ്ങനെ ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപം നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇത് വിൽസൺ മാഷാണ്. വിൽസൺ മാഷ് അറിയാം, വിൽസൺ മാഷ് ഈ സ്കൂള് തുടങ്ങുമ്പോൾ ഹൈസ്കൂൾ 1981 ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഈ UP സ്കൂളിലെ ഹൈസ്കൂളാക്കി മാറ്റിയ ആളാണ് വിൽസൺ മാഷ്. വിൽസൺ മാഷ് ഹൃദയം തകർന്നു പോയി ഇത് കാണുന്ന കാഴ്ച കണ്ടപ്പോൾ. ഒന്ന്, ഇവിടെ പഠിച്ച മക്കൾ പലരും ഇല്ലല്ലോ. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, പഠിച്ച മക്കൾ, അവരാണല്ലോ ഇവിടെയുള്ള ആളുകൾ, അവരാണല്ലോ ഇല്ലാതെ പോകുന്നത്. അതാണല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം. അധ്യാപകര് മോഹൻരാജ് മാഷ് 28 വർഷം ഈ സ്കൂളിൽ സോഷ്യൽ സയൻസ് പഠിപ്പിച്ചതാ. ഇവിടെ കോൺഗ്രസും ചരിത്രവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ മാഷെ? അല്ലേ, സ്വാതന്ത്ര്യദിനവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. മാഷ് പഠിപ്പിച്ച കുട്ടികളാണ് പലരും ഇപ്പോൾ പല നിലകളിലേക്ക് പോയി. അതെ. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഈ ചൂരൽമല മുണ്ടകൈ ഭാഗത്തുള്ളതായിരിക്കുന്ന ആളുകൾ ജിദ്ദയിൽ ചേർന്നു. ഞാനതിൽ ഓൺലൈനിൽ പങ്കെടുത്തിരുന്നു. അതിൽ പല ആളുകളുടെയും കുടുംബം നഷ്ടപ്പെട്ട ആളുകളാണ്.
അവരെ കുറേ ആശ്വസിപ്പിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ഇവിടെ നിന്ന് പഠിച്ചുപോയ കുട്ടികൾ പല ജോലികളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇതിൻ്റെ ഒരു വല്ലാത്ത വൈകാരികതയുടെ പൊക്കിൾക്കൊടി ബന്ധത്തിൻ്റെ ഒരു അളവുകോലാണ്. അത് ഈ മണ്ണിൽ തന്നെ സുരക്ഷിത സ്ഥലത്ത്, ഇപ്പോൾ എന്നോടൊപ്പം പറഞ്ഞ 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള സ്ഥലം കൂടി കിട്ടാൻ സൗകര്യപ്രദമാണെങ്കിൽ സുരക്ഷിത സ്ഥലം, ഇപ്പോൾ ജോൺ മത്തായിൻ്റെ റിപ്പോർട്ട് നമുക്ക് 25-ാം തീയതിയോടുകൂടി വരും. പിന്നെ സ്ഥലം കാണിച്ചു തന്നാൽ സുരക്ഷിതമാണ് എന്നുള്ളതാണെങ്കിൽ ഒന്നുകൂടെ പരിശോധിച്ച് നമുക്ക് അവിടെ തന്നെ കൊണ്ടുവരാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. ഫണ്ട് ഒരു തടസ്സം, സ്കൂളിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഫണ്ട് ഒരു തടസ്സമാകില്ല. അത് ഏത് തരത്തിൽ, ഇപ്പോൾ CSR ഫണ്ടോ ഗവൺമെൻറ് ഫണ്ടോ ഡിസാസ്റ്റർ ഫണ്ടോ ഏത് തലത്തിലോ എടുത്ത് നമുക്കത് മുഴുവൻ ക്രമീകരിക്കാൻ നടപടികൾ. സന്തോഷമായില്ലേ ഇത്? നേരത്തെ മന്ത്രി ഉറപ്പ് നൽകിയതും MLA ഇപ്പോൾ പറഞ്ഞതുപോലെ സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയാൽ ചൂരൽമലയിൽ തന്നെ നമുക്ക് ആ സ്കൂൾ നിർമ്മിക്കാം. MLA ഉറപ്പ് നൽകുന്നു, അതിന് ഫണ്ട് ഒരു തടസ്സമേ ആവില്ല, പൂർണ്ണമായിട്ടും MLA-യുടെ പിന്തുണയും ഉണ്ടാവും. സന്തോഷമായില്ലേ? ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി രാജൻ 1000 നാവോടുകൂടി ഇതിനെപ്പറ്റി സംസാരിക്കുന്നവർ, അപ്പോൾ 1000 ദീപങ്ങൾ ഉള്ളിൽ തെളിഞ്ഞു. ഇപ്പോൾ MLA കൂടി പറയുമ്പോൾ അല്ലേ, സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? വരൂ MLA ആണ് അടിസ്ഥാനമായി തരേണ്ടത്. തീർച്ചയായിട്ടും MLA രാവിലെ മുതൽ ഇവിടെ ഉണ്ട് മോഹൻരാജ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി എന്താ പറയുക, ഈ നമ്മൾ വാർത്ത തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ NDRF-ന്റെ സംഘം എത്തുന്ന കൂട്ടത്തിൽ ഈ T. സിദ്ദീഖ് MLA ഉണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് പിന്നെ MLA ആണെങ്കിലും എല്ലാവരും ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതല്ല, എന്തായാലും അത് ചെറിയ സന്തോഷമായില്ലേ? ചെറുതല്ല, വലുതായിട്ട് തന്നെ. കാരണം കൊടുക്കേണ്ട ആള് വാക്ക് തന്ന 2:30 മണിക്ക് സിദ്ദീഖ് സാർ എത്തിയിട്ടുണ്ട്. അതെ, സംശയമൊന്നുമില്ല. നമ്മൾ സിദ്ദീഖിന്റെ എഫേർട്ടിന് നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. ചില സമയത്തൊക്കെ നമ്മൾ പറയും അത് സിദ്ദീഖിനുള്ള പേഴ്സണൽ ഇഷ്ടം കൊണ്ടല്ല, അത് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ സിദ്ദീഖിന്റെ എഫേർട്ടിന് നമുക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി ഒരു വലിയ പ്രശ്നമുള്ളത് ഈ മനുഷ്യരുടെയൊക്കെ ഉപജീവന മാർഗവും പലപ്പോഴും പ്രതിസന്ധിയിലായി. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടാൽ പോലും, അയാൾ പറഞ്ഞ ഇങ്ങനെയാണ്, നെല്ലിക്ക ഉപ്പിലിട്ടാൽ പോലും അത് വാങ്ങാൻ ആളില്ല. ഇപ്പോൾ ഉപജീവന മാർഗം എന്നപ്പം ഈ നമ്മുടെ പുനരധിവാസം എന്നുള്ളത് നേരിടുന്ന, അപ്പോൾ അവർക്ക് വേണ്ട വീടുകൾ നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ, ഗവൺമെൻറ് കയ്യിൽ പണമുണ്ട്, സന്നദ്ധ സംഘടനകളുടെ കയ്യിൽ പണമുണ്ട്, എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുണ്ട്, വിവിധ ലോക്കൽ ബോഡീസിൻ്റെ സഹകരണ മേഖല, ജനങ്ങൾ, സന്നദ്ധ സംഘ, രാഷ്ട്രീയ എല്ലാവരുടെ ഇടപെടൽ, സർക്കാർ അതിന് നേതൃത്വം കൊടുക്കുന്നു. സ്വാഭാവികമായി വീടുകൾ, കെട്ടിടങ്ങൾ, അമ്യൂണിറ്റീസ് ഒക്കെ ഉയർന്നു വരും. പ്രധാന വെല്ലുവിളി ഇവിടെ നിൽക്കുന്നതായിരിക്കുന്ന മനുഷ്യർ, ജീവിച്ചതായിരിക്കുന്ന അവരുടെ ജീവനോപാധിയുണ്ട്. ഇവിടെ ഹെഡ് ലോഡ് തൊഴിലാളികൾ, കയറ്റിറക്ക് തൊഴിലാളികൾ, അവർക്കിനി ജോലിയില്ല. അവരുടെ ടാക്സി ജീവനക്കാർ, അവർക്ക് തൊഴിലില്ല. ഓട്ടോറിക്ഷ ജീവനക്കാർ, അവർക്ക് തൊഴിലില്ല. ഈ കള്ളാടി മുതൽ ഇങ്ങോട്ട് വന്നിരുന്നതായ മുഴുവൻ ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീപ്പ് ഡ്രൈവർമാർ, അവർക്ക് ഇനി പണിയില്ല. ഇവിടെ തൊഴിലുറപ്പുമായി ജീവിച്ചതായിരിക്കുന്ന വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുണ്ട്, അവർക്ക് ഇനി ഇവിടെ ജോലിയില്ല. ഇവിടെ പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചതായിരിക്കുന്ന അധ്യാപകരുണ്ട്. ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചു ആ അധ്യാപകരെയും കുട്ടികളെയും അതേപോലെ തന്നെ അവിടെ ഞാൻ ഇന്നലെ സൈലുമായിട്ട് സംസാരിച്ചു. സൈലം അവരെ ആ പ്രോജക്റ്റ് അതേപോലെ തന്നെ അവർ ഏറ്റെടുത്തോളാം. സാമ്പത്തികമായി കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങണ്ട, ഞങ്ങൾ ഏറ്റെടുത്തോളാം. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെ കുട്ടികൾക്ക് പണം കൊടുക്കാൻ. ഇവിടെ 5 or 6 കുട്ടികളുണ്ടായിരുന്നു പ്രീ സ്കൂളിൽ. അപ്പോൾ ആ കുട്ടികൾക്ക് മാസാമാസം പണം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ പണം കൊടുക്കാൻ അവർക്ക് ഇനി കഴിയില്ല. അതുകൊണ്ട് സൈലം അത് ഏറ്റെടുത്തോളാം എന്നുള്ളത് അവർ പറയും. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇടപെടലും നടത്തി പുനഃക്രമീകരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ടൂറിസം മേഖല, ഇവിടെയുള്ള ജനങ്ങൾ ഒരു ആവറേജും എബോവ് ആവറേജും ആയിട്ട് കഠിനാധ്വാനികളാണ്. നിങ്ങൾ ആലോചിക്കണം, അവർ പാടികളിൽ താമസിച്ച് അവിടെ ഈ തോട്ടം മേഖലയിൽ പണിയെടുത്ത് ചെറിയ തുക കിട്ടി, അതിൽ നിന്ന് ജീവിതം മെല്ലെ ഉണ്ടാക്കി, ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയി അതിൽ നിന്ന് കിട്ടുന്ന പണം ഇവരെന്ത് ചെയ്യുകയാണെങ്കിൽ ഇവർ 4-5 ആളുകൾ ഒന്നിച്ച് ചേർന്ന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പണം ഉപയോഗിച്ച് വളരെ, അതിൽ രാഷ്ട്രീയം അവർക്ക് പ്രശ്നമല്ല, മതം അവർക്ക് പ്രശ്നമല്ല, ഒരു വലിയ കൂട്ടായ്മ. മുണ്ടകയിലുള്ള ആളുകളുമായി ഞാൻ സംസാരിച്ചത്, അവർ പറഞ്ഞത് മുണ്ടകയിൽ 200-ലധികം വീട്, 200-202 വീടുകളാണ്. അവരുടെ മുണ്ടകയെ അതേപോലെ നിങ്ങൾ പ്രതിഷ്ഠിച്ചു തരണമെന്നാണ് ചൂരൽമലയുടെ വികാരം. ചൂരൽമല അതേപോലെ വൈകാരികതയോടുകൂടി നിലനിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നാട്ടിലെ ജീവനോപാധി തകർന്നത് പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു വലിയ ചാലഞ്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് അതാണ്. എനിക്കൊന്ന് MLA-യുടെയൊക്കെ പൂർണ്ണ പിന്തുണ, സർക്കാരിൻ്റെയും നമ്മുടെയൊക്കെ പൂർണ്ണ പിന്തുണ അതിൽ വേണം. ഒരുപാട് സമയമെടുക്കുന്നൊരു കാര്യമാണ്.